ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗ് പോലെയാണ് എടുത്തിരിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളെടുത്തു. നമ്മൾ ബസ്സിലാണ് പോയത്. ഞാനും എൻ്റെ 3 ഫ്രണ്ട്സും കൂടിയിട്ടാണ് പോയത്. നമ്മുടെ ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പള്ളിപ്പെരുന്നാളിന് പിള്ളേരുടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഡാൻസൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതിന് വേണ്ടി ഇടാനായിട്ടുള്ള ഡ്രസ്സാണ്. ആ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട്. ഡാൻസിൻ്റെ കുഞ്ഞുമക്കൾ കളിക്കുന്ന ഡാൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത്. നമ്മളങ്ങനെ ട്രിവാൻഡ്രം, മാൾ ഓഫ് ട്രാവൻകൂർ, പിന്നെ ജയലക്ഷ്മി, അങ്ങനെ 1-2 കടകളിലൊക്കെ കയറി. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. ബസ്സിൽ നമ്മൾ പോവാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ചിങ്ങനെ എന്താ പറയണ്ടേ, തിരുവനന്തപുരത്തൊരു ഈ സ്പോട്ട് കാണിച്ചൊക്കെ തരികയാണ്. പിന്നെ ഈ കഴിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ കൊതി വന്നു ഗീസ്. പക്ഷെ നമ്മൾ കയറിയില്ല. നമ്മൾ പിന്നെ ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയായിരുന്നു. കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകണത് തന്നെ ഭയങ്കര ദൂരമാണ്. ഒരു 2 hours ട്രാവലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തളർച്ചയിലായിരുന്നു. അങ്ങനെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ അവിടെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ കടല കണ്ടപ്പോൾ, പച്ചപ്പട്ടാണി കടല കണ്ടപ്പോൾ കൊതി വന്നു. അങ്ങനെ നമ്മൾ കടലയും വാങ്ങിച്ചു. അടുത്ത ബസ്സിലോട്ട് കയറി. അടുത്ത നമ്മൾ മാൾ ഓഫ് ട്രാവൻകൂറിൽ പോവാണ്. അതിനകത്തിരുന്ന് കടലയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചാക്ക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മാൾ ഓഫ് ട്രാവൻകൂർ വരെ ഇങ്ങനെ ഉള്ളിലോട്ടുള്ള റോഡിൽ കൂടെ നടന്നാണ് വന്നത്. കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു. ഒരു കുട പോലും ഇല്ല. സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയതുകൊണ്ട് അവിടെ കുറച്ചെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ വെയിലായിരുന്നു, കണ്ടമാനം വെയിലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മാൾ ഓഫ് ട്രാവൻകൂറിൻ്റെ അകത്തോട്ട് കയറി. കുറേ നാളായിട്ടോ വന്നിട്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരിതും കൂടെ തന്നെ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരു കൊച്ചു ഇതുവരെ മാൾ ഓഫ് ട്രാവൻകൂർ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അവളുടെ സന്തോഷവും കൂടെ കണ്ടപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പ്രവേശിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാണ് ആദ്യം ഏതിലോട്ടാണ് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അങ്ങനെ നമ്മൾ പോയി. അതിൻ്റെ ഇടയിൽ തന്നെ അവിടെ കുട്ടികൾ ടൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളെല്ലാം ടൂർ വന്നിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കണ്ടു. അവർ ടാറ്റയൊക്കെ തരുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അവർ ടാറ്റയൊക്കെ തരുന്നുണ്ട് നമുക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പർച്ചേസിങ്ങിലോട്ട് കടന്നു. ഈ മക്കളാണ് കേട്ടോ ടൂർ വന്നത്. ടാറ്റയൊക്കെ തരുന്നുണ്ട് അവർ ഭയങ്കര വിളിയും കൂക്കലൊക്കെ ആയിരുന്നു. ഫുള്ള് വിളിയായിരുന്നു. നമ്മൾ കയറുമ്പോൾ തൊട്ട് ഫുള്ള് വിളി. പിന്നെ ഈ ജ്വല്ലറി കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ നമുക്കൊന്ന് വാങ്ങാൻ തോന്നി. നമ്മുടെ ഒരു പെണ്ണുങ്ങളുടെ വീക്ക്നെസ് ആണല്ലോ ഈ മാലിംഗമലൊക്കെ. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലോട്ട് കയറി. സ്റ്റുഡിയോയ്ക്ക് അകത്തുനിന്ന് നമ്മൾ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അതിനകത്തുനിന്ന് നമ്മളൊരു വൈറ്റ് കളർ ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വേറെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് കളർ ടീഷർട്ട്, ക്രഞ്ചി, പിന്നെ എനിക്ക് 2 ചപ്പൽ, അങ്ങനെയൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. പക്ഷേ ഈ മാല ഇയറിങ്സൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കതിനുള്ള ഇതില്ലായിരുന്നു. പിന്നെ ഒരുപാട് ചപ്പൽസിൻ്റെ വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി ഒരു ചപ്പലെടുത്തു. പിന്നെ ബോയ്സിൻ്റെ ആയിരുന്നാലും ഗേൾസിൻ്റെ ആയിരുന്നാലും നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഞാൻ മിക്കവാറും സ്റ്റുഡിയോയിൽ നിന്നൊക്കെയാണ് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മിക്കവാറും എടുക്കുന്നത്. പിന്നെ ഈ ടീഷർട്ട്, പാൻസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ മേക്കപ്പ് സെക്ഷൻസാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ട്രയൽ ചെയ്ത് വാങ്ങാണ്ട് എന്തായാലും വരത്തില്ല. എന്തെങ്കിലുമൊക്കെ ട്രയൽ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ നമ്മുടെ കൂടെ വന്നതിൽ അവൾ ഇങ്ങനെ കണ്ടിട്ടില്ലെന്ന്. അവൾക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര റെഡ് കളർ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് അങ്ങ് അറ്റത്ത് നിൽക്കുന്ന കുട്ടിയാണ് കേട്ടോ നമ്മുടെ കൂടെ വരാത്തത്. ഇതുവരെ നമ്മുടെ കൂടെ വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു. കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് കടയിലോട്ട് പോയി. അവിടെ നിന്ന് തന്നെ നെക്സ്റ്റിലോട്ട് പോയി. രാമചന്ദ്രൻ,
അതിനകത്ത് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അതിന് നമ്മൾ അവിടുത്തെ സാധനവും വാങ്ങി അവിടെ ഇതൊക്കെ കൊടുത്തു. ടോക്കണൊക്കെ വാങ്ങണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാമചന്ദ്രനിൽ കയറി. അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോയിലോട്ട് കയറി അടുത്ത സ്ഥലത്തോട്ട് നമ്മളിവിടെയാണ് ജയലക്ഷ്മി. അവിടെ നിന്നും വിജയകരമായ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ലോണം വിശന്ന് കഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പോയി ഒരു എന്താ പറയേണ്ട ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം പഴംപൊരിയും ബീഫും ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, അവർ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെ കൂടെ ഒന്ന് കഴിപ്പിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബീഫും പഴംപൊരിയും ഒന്ന് ടേസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഒരു രക്ഷയില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വയർ നിറച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.